ഇവിടെ എന്തൊരു വട്ടമേശ സമ്മേളനം? പ്രകാശങ്ങളെ, അച്ഛനെ കാണാതെ എല്ലാരും വിഷമിച്ചിരിക്ക. ഓരോരുത്തന്മാർ ഓരോന്ന് ചെയ്തു കൂട്ടിയന്റെ ഫല അനുഭവിക്കട്ടെ. മോനെ, പൊക്കം അവിടുന്ന്. എന്നോട് നീ മിണ്ടണ്ട. രൂപയോ? ഇതെവിടുന്ന്? ചോദിച്ചു കേട്ടില്ലേടാ, ഇത് എവിടുന്ന് കിട്ടിയെന്ന്? പാറപ്പണിക്ക് പോയെന്നോ? നീ എന്താടാ ഈ കാണിക്കുന്നത്? ജോലിക്ക് പോകാൻ പറഞ്ഞോ? ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ അയ്യോ, എന്താ ചന്ദ്രിക, എന്റെ മോനെ മാധവൻ പണമില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ട് സഹിക്കാനാവാതെ പാവം പാറപ്പണിക്ക് പോയതാ. ചന്ദ്രിക, നിന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേട് മിണ്ടാപ്രാണിയാണെങ്കിലും ഇവനെ പോലൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തതാ. അമ്മേ, മകനവൻ പ്രസവിക്കണമെന്നില്ലല്ലോ അമ്മൻ. മാധവേട്ട, ഓട്ടോറിക്ഷ എങ്ങനെ തിരികെ എടുത്തു? ജഗൻ വന്നിരുന്നു ചന്ദ്രു. ദൈവമേ, മക്കളൊക്കെ കൈയൊഴിഞ്ഞപ്പോ ജഗൻ മുതലിന്റെ പലിശ അടച്ചു തീർത്ത് അയാളുടെ കയ്യിൽ നിന്ന് ഓട്ടോറിക്ഷ വാങ്ങിത്തന്നു. ജഗൻ വന്നില്ലായിരുന്നെങ്കിൽ പലരുടെയും മുമ്പിൽ മാധവന് തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ.
പൊന്നുമക്കളെ, നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാരും ഇവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഗുരുവായൂരപ്പം കാത്തല്ലോ. നീ വാ, ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. വാ, വാടാ വിനു. എന്റെ വടി ഇങ്ങടുത്തെ. എന്താ വന്ദനേ, അമ്മേ. അമ്മേ. ഹലോ, അമ്മയല്ല, ഇത് ഞാനാ, ദിയമോള്. മോളെ, മോൾ ആഹാരമൊക്കെ കഴിച്ചോ? കഴിച്ചു വന്ദനമ്മേ. വന്ദനമ്മ ആഹാരം കഴിച്ചോ? വന്ദനമ്മേ, ജഗനങ്ങളില്ലേ അവിടെ? ഫോൺ ജഗനങ്ങളിൽ നിന്ന് കൊടുക്കൂ. മോളെ, അത് ജഗനങ്ങളിന് ഫോൺ കൊടുക്കു വന്ദനമ്മേ. മോള് വന്ദനമ്മയോട് പറഞ്ഞോ? വന്ദനമ്മ പറഞ്ഞോളാം കാര്യം. വേണ്ട, വന്ദനമ്മ ജഗനങ്ങളിന് ഫോൺ കൊടുത്താ മതി. ഹലോ ദിയമോളെ. അങ്കിള്, താങ്ക്സ്. താങ്ക്സോ? എന്തിനാ? അച്ഛന്റെ ഓട്ടോ തിരികെ കൊടുത്തേന്. അതിനാ ദിയമോൾ അങ്കിളിനോട് നന്ദി പറഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ലേ, അതിന് ദിയമോള് നന്ദി പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടങ്കിളെ. അച്ഛനും അച്ഛമ്മയൊക്കെ വിഷമിച്ച് നടക്കായിരുന്നു. അങ്കിള് ആ ഓട്ടോ എടുത്ത് കൊടുത്തപ്പോ അവർക്കൊക്കെ സന്തോഷായി. ദിയമോൾക്കും സന്തോഷായി. മോളുടെ വന്ദനാമ്മയുടെ അച്ഛനും അമ്മയൊക്കെ വിഷമിച്ചാ അത് ജഗനങ്ങളുടെ സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ജഗനങ്ങൾ ആ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുത്തത്. അങ്കിളിന് ദിയമോളെ വക കെട്ടിപ്പിടിച്ചൊരുമ്മ. ഉമ്മ, ഉമ്മ, ചക്കര ഉമ്മ. വന്ദനമ്മയ്ക്ക് കൊടുക്കാം. എന്ത് ഉമ്മയോ? ഏയ്, അത് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞതാ. മോളെ, വന്ദനമ്മേ, ജഗനങ്ങള് പുലിയ, പുപ്പുലി. കാര്യം കൊണ്ടുപോയ ഓട്ടോ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമല്ല, എന്റെ മോൾക്ക് നല്ല മനസ്സുള്ളൊരു ഭർത്താവിനെയാണല്ലോ കിട്ടിയതെന്നുള്ള സന്തോഷം, സമാധാനം. ഉള്ളു നിറയെ നന്മയുള്ളവനാ ജഗൻ. അവനെന്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോളൂ, അച്ഛൻ ഉറപ്പാ. അച്ഛാ,
സ്വന്തം ആൺമക്കൾക്ക് പോലും തോന്നാത്തത് ജഗന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മോളെ. എൻ്റെ മോള് ഭാഗ്യം ചെയ്തവളാ. ഇങ്ങത്താ ഇനി ഞാൻ പറയാം. ആ ഞാൻ ദിയമോൾക്ക് കൊടുക്കാം. വന്ദനമേ, ജയനങ്ങള് സൂപ്പറാ. ഇനി വന്ദനമ്മ ജയനങ്ങളിനോട് വരക്കൂടിയാ ദിയമോളും വന്ദനമ്മയോട് പിണങ്ങും. നന്ദിയുണ്ട്. ഓട്ടോ എടുത്ത് കൊടുത്തതിനല്ല, എന്റെ അച്ഛൻ തോൽക്കാതെ നോക്കിയതിന്. നന്ദിയുണ്ട്. ഓട്ടോ എടുത്ത് കൊടുത്തതിനല്ല, എന്റെ അച്ഛൻ തോൽക്കാതെ നോക്കിയതിന്. ഇതാ മോളെ ജ്യൂസ് കുടിക്കും. ആ വത്സലാമേ, വർഷയ്ക്ക് മരുന്നെല്ലാം കൃത്യസമയത്ത് കൊടുക്കണേ. കൊടുക്കാം സാറേ. ആ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. ഈ ഏട്ടന്റെ ഒരു കാര്യം. വത്സലാമേ, ഇന്ന് മുതൽ വർഷയെ കൊടുക്കാനുള്ള ആഹാരത്തിന്റെ ലിസ്റ്റ് ആ മരുന്നിന്റെ കവറിൽ ഇരിപ്പുണ്ട്. അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ചെയ്യാം സാറേ. ആ പിന്നെ ഒരു കാര്യം, ഇനി വർഷ അടുക്കളയിൽ കയറാനോ പാചകം ചെയ്യാനോ ഒന്നും പാടില്ല. ശരി സാർ. അങ്ങനെ ഉണ്ടായാ അന്നത്തോടെ തീരും നിങ്ങളുടെ ഇവിടുത്തെ ജോലി. ഓക്കെയോ? വർഷിരിക്കാം, ഞാൻ ഇപ്പോ വരാം. ഞാൻ ഈ സന്തോഷ വാർത്ത അമ്മ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. അമ്മയ്ക്കിത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷാവും. മോളെ, അമ്മ വിളിച്ചിട്ട് നിന്നെ കിട്ടിയില്ലല്ലോ. നീ എവിടെയായിരുന്നു? അമ്മ വിളിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു അമ്മേ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി മോളെ? അമ്മ പേടിക്കാനൊന്നുമില്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? അമ്മയ്ക്ക് ഊഹിക്കാമോ എന്താണെന്ന്? എനിക്കിപ്പോ ഊഹിക്കാനൊന്നും സമയമില്ല. മോള് തന്നെ പറ. അമ്മയും അച്ഛനും ഒരിക്കൽ കൂടി മുത്തശ്ശനും മുത്തശ്ശി ആവാൻ പോകുന്നു. സത്യമാണോ മോളെ നീ പറയുന്നേ? അതെ അമ്മേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ ചന്ദ്രു? മാതേട്ട, നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളും കൂടി വരാൻ പോന്നു. പുതിയ ആളും? വർഷ? വർഷയോടാണോ സംസാരിക്കുന്നത്? ഇനിതാ മോളെ, അച്ഛന് കൊടുക്കാവേ. ആ മോളെ, അച്ഛന് സന്തോഷായി. താങ്ക് യു അച്ഛാ. ആ മോളെ,
ഇനിയുള്ള ഓരോ ദിവസവും പ്രത്യേകം സൂക്ഷിക്കണം. അധികം ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇല്ലച്ചാ. ആ, സൂക്ഷിക്കണേ. ആ മോളെ, വിക്രം അടുത്തുണ്ടോ? ഉണ്ടച്ചാ, ഞാൻ കൊടുക്കാം. ദാ അച്ഛനാ ഫോണില്. ഹലോ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു അച്ഛാ. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥന സഫലമായി. ആ, അതെ, വർഷ ചോദിക്കുന്നു അച്ഛാ. അച്ഛാ, എന്നാ ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? മതി 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 മതി. ആ, ശരി. ശരി അച്ഛാ. ഇത് കഴിക്കാം. ഈ ഏട്ടനെ കൊണ്ട് തോറ്റു. ഇതൊക്കെയല്ലേ ഈ സമയത്ത് ഇഷ്ടം. ഞാൻ എത്രയോ സിനിമയിൽ കണ്ടിരിക്കുന്നു. അല്ല, ഇതൊക്കെ എപ്പ വാങ്ങി? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഇത് കഴിക്കാം. കഴിക്കാം. മുഴുവനും കഴിക്കണം കേട്ടോ. അച്ഛച്ച, വാവയ്ക്ക് കിട്ടൂസ് എന്ന് പേരിട്ടാലോ? അപ്പൊ വാവയ്ക്ക് പേര് കിട്ടോ? കൊള്ളാലോ, കാന്താരി. പിന്നെ അല്ലാതെ ഞാനാ വാവയ്ക്ക് പേരിടുന്നതും കുളിപ്പിക്കുന്നതൊക്കെ. ശരി ശരി, മോളി ചെന്നേ ഗോകുലേട്ടിന്റെ കൂടെ കളിക്ക്. ചെല്ല്. ചെല്ല. മാധവേട്ട, ആദ്യ പ്രസവം പെണ്ണുവീട്ടുകാരെ എടുക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ഒരു പ്രസവം എടുക്കാൻ കാശ് എത്ര ചെലവാകുമെന്ന് അറിയോ? വസന്തയുടെ പ്രസവത്തിന് നമ്മൾ ചെയ്ത പോലെ കരുതൽ ഇതിനും വേണം. എന്താമ്മേ പ്രസവത്തിന്റെ കാര്യമൊക്കെ പറയുന്നേ? അതെ, വർഷ ഇപ്പൊ വിളിച്ചിരുന്നു. അവൾക്ക് വിശേഷമുണ്ടെന്ന്. അവൾ അമ്മയാകാൻ പോകുന്നു. സന്തോഷായമ്മേ. അമ്മേ, അവിടെ വർഷയെ നോക്കാൻ ആരാ ഉള്ളേ? വിക്രം ഓഫീസിലേക്ക് പോകുമ്പോ വർഷ അവിടെ തനിച്ചല്ലേ? അതെ, വർഷയെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ചന്ദ്രു പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പ്രസവം എടുക്കേണ്ടത് പെൺവീട്ടുകാർ തന്നെയാണ്. ചെക്കപ്പും പ്രസവമൊക്കെ ആയിട്ട് നല്ലൊരു തുക ചെലവാവും. സുയിത്രേ, സ്വന്തം പറമ്പിൽ പുല്ലുണ്ടെങ്കിലേ പശുവിനെ വളർത്താൻ പാടുള്ളൂ. പ്രകാശേട്ടൻ ഇത് എന്താ ഈ പറയുന്നേ? ഒരു പരസ്പര ബന്ധമില്ലാതെ പ്രസവക്കാര്യം പറയുമ്പോഴാണോ പശുവിന്റെ കാര്യം പറയുന്നേ? അന്യന്റെ വീട്ടിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തരുതെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി കാണും. ആരുടെ മുന്നിൽ യാചിക്കേണ്ടി വന്നാലും നിന്റെ മൂത്ത മോന്റെ മുമ്പിൽ കൈനീട്ടാൻ ഞാൻ പോകുന്നില്ല. എവിടെ പോവാനാ? അവസാനം എന്റെ അടുത്തേക്ക് തന്നെ വരും. എങ്കിൽ കാക്ക മലർന്നു പറക്കും. മാധവേട്ട, എല്ലാം ശരിയാവും. ഇതിനേക്കാൾ വലിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടില്ലേ? ഇതും കടന്നു പോകും. സമാധാനായിട്ടിരുന്നു. ചന്ദ്രു, നീ കൂടെ ഉള്ളപ്പോ ഈ മാധവൻ തളർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ വരാം. വർഷമോളാണല്ലോ.
ചേച്ചി സുഖാണോ? ജഗൻ ചേട്ടനില്ലേ ഇവിടെ? സുഖാണല്ലോ മോളെ. ജഗൻ എടുത്തില്ല, മോള് വെറുതെ വിളിച്ചതാണോ? അവിടെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുറുപ്പ് സാറ് ചേച്ചിയെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ജഗൻ ചേട്ടന്റെ അമ്മ പാവോ ചേച്ചി. ചിലതൊക്കെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ മോളെ. ചേച്ചി എല്ലാം മാറും. ജഗൻ ചേട്ടൻ നല്ലവനാ. ചേച്ചി ഞാനൊരു അമ്മയാവാൻ പോവാ. മോളെ സത്യാണോ? അതെ ചേച്ചി, നമ്മുടെ ദിയമോക്ക് ഒരു കോട്ട് വരാൻ പോവാ. കൺഗ്രാറ്റുലേഷൻസ് മോളെ. മോളെ നീ സൂക്ഷിക്കണം. നിനക്കിപ്പോ കൂട്ടിനിവിടെ ആരുമില്ലല്ലോ. കുറച്ചുനാള് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്ക്. അതിന് സമയാവട്ടെ ചേച്ചി. എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞു മോളെ.